കൊല്ലും. എടി വിടാൻ. ഋതിക വിടാനാ പറഞ്ഞത്. അവളുടെ വരവിനെ ആർക്കും തടയാൻ കഴിയില്ല. അഥവാ തടഞ്ഞാൽ തടയുന്നവർ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരം വരെ ഇളക്കുന്ന പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. ആരുടെ വരവിന്റെ കാര്യം ജോത്സരി പറയുന്നത്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അത് പറയണമെങ്കിൽ എനിക്കിവിടെ പൂജാമുറിയിൽ ഒരു പൂജ നടത്തണം. പൂജയോ? അതെ, പൂജ തന്നെ. രാഹുകാലത്തിനു മുമ്പേ ആ പൂജ നടത്തിയിരിക്കണം. അതിനുശേഷം ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഈ വീട്ടിലെ പൂജാമുറിയില് എന്റെ ചെറിയമ്മ ആവശ്യത്തിനുള്ള പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ജോത്സരുടെ പ്രത്യേക പൂജയൊന്നും വേണ്ട. മോളെ, അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതിനുശേഷം കാര്യങ്ങൾ അറിയാലോ. അച്ഛാ, ഇതിവര് ഈ ജോത്സരെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന തരികിട പരിപാടിയാ. ഇവര് പണ്ടും ഇത്തരം തറ നമ്പറുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ജോത്സ്യമാരെയും മന്ത്രവാദികളെയും വിളിച്ചുകൊണ്ടുവന്ന് എനിക്ക് ഇരിക്കപ്പെണ്ണം നടത്താൻ ശ്രമിച്ചത് അച്ഛന് ഓർമ്മയില്ലേ? കുട്ടി, അത്തരം തട്ടിപ്പുകാരനൊന്നുമല്ല ഈ ഡോക്ടർ ഭുവനേന്ദ്ര വാര്യർ. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിച്ച ആളാ. ഏത് പ്രസിഡന്റിന്റെ? യങ് മെൻസ് ആർട്സ് ക്ലബ് പ്രസിഡന്റിന്റെയോ? ഇങ്ങനൊരാളെ വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയാണോ? ഋതികേ, നീ അടങ്ങി നിൽക്കുക. അദ്ദേഹം പൂജ ചെയ്യാനല്ലേ പോകുന്നേ, മറ്റൊന്നാണല്ലോ. നിങ്ങൾ ചെല്ല. ഓ, ജോത്സര് വരൂ. ആ, അച്ഛാ, ഇതൊന്നും ശരിയാവില്ല. ഇതൊട്ടും ശരിയാവില്ല. എന്ത് ശരിയല്ലെന്നാ? എടി ചോദിച്ച കേട്ടില്ലേ, എന്ത് ശരിയല്ലെന്നാ? അത് ശരി. അപ്പൊ അച്ഛന്റെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ? എന്തായിരുന്നു? അപ്പൊ അച്ഛനും അമ്പിക അമ്മായിയും കൂടെ നടത്തുന്ന നാടുകാണല്ലേ ഇതെല്ലാം? നിനക്കിത് എന്ത് പറ്റിയടി? ഇവിടെ വിളിച്ചോണ്ട് പോ. സാർ, വെറുതെ BP കൂട്ടരുത്. വിളിച്ചോണ്ട് പോവാൻ. വന്നേ വന്നേ, രാജു, നടക്ക്. പ്രതാപ, അദ്ദേഹത്തിന്റെ പൂജ കഴിയുന്നവരെ മോൻ എങ്ങോട്ടും പോകരുതേ. ഇല്ല. ഹായ് മോളു, എന്താ ഇത്? ചക്ര ടെൻഷൻ അടിച്ചിരിക്കുവാണോ? ദേ, കളിയൊക്കെയുണ്ടല്ലോ. എന്നെ അറിയാലോ നിങ്ങൾക്ക്. നിന്നെയും നിന്റെ ഭർത്താവിനെയും എനിക്ക് ശരിക്കും അറിയാലോ. കാരണം അടിച്ച് പൊളിക്ക് ഞാൻ. കളിയാക്കിയ നിർത്തടി. ദേ, വരട്ടല്ലേ എന്നെ. അതൊക്കെ മതിയാക്കിക്കോ. ആ സ്ത്രീയായിട്ട് എന്റെ അച്ഛന്റെ കല്യാണം നടത്തിയാലേ നിങ്ങൾക്ക് സമാധാനാവൂല്ലേ? നിനക്കും ഭർത്താവിനും സമാധാനക്കേടുണ്ടാവുന്ന എന്ത് കാര്യമുണ്ടോ അത് ഞാൻ ചെയ്തിരിക്കും. നിങ്ങൾ ഞാൻ പടയ്ക്കാതിരി. അല്ല, ജീവിതത്തിന്റെ മധ്യാഹ്ന വയസ്സ് നിൽക്കുന്ന നിന്റെ അച്ഛനെ ആ നമ്പൂതിരി കൊച്ചിനോട് അങ്ങനൊരു ഇംഗിതം ഉണ്ടെങ്കിലേ അത് സന്തോഷപൂർവ്വം നടത്തി കൊടുക്കേണ്ടത് നീയല്ലേ മോളെ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ അനാവശ്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിന്റെ അച്ഛന്റെ ആവശ്യത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. അവനും വേണ്ടേ വാർദ്ധക്യകാലത്ത് ഒരു കൂട്ടൊക്കെ? കഷായം തിളപ്പിച്ച് വായു ഗുളിക കൊടുക്കാൻ ഒരു സഹധർമ്മിണി. ആ നമ്പൂതിരി കൊച്ചിനാണെങ്കിലേ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ നല്ല അസലായിട്ട് ചൊല്ലാനറിയാം. അതവള് ചൊല്ലിക്കൊടുത്തോളൂ. ഇവന് വായു ഗുളിയം കഴിച്ച് ഏമ്പൊക്കം വിട്ട് കിടക്കാം. ദേ, എന്റെ അച്ഛനെ കളിയാക്കിയില്ലണ്ടല്ലോ. ഇവിടെ ഇട്ട് കത്തിക്ക് നിങ്ങളെ ഞാൻ. എടി, നീ ഒരു ചുക്കും ചെയ്യില്ല. പ്രതാപനെ കെട്ടിയിടേണ്ടടുത്ത് ഞാൻ കെട്ടിയിടും. സംയുക്ത എങ്കിൽ സംയുക്ത.
വേലിയിലിരുന്നൊരു പാമ്പായിരുന്നു സിസ്റ്റർ പവിത്ര. തന്റെ ജീവൻ തിരിച്ചു പിടിച്ചു തന്ന സിസ്റ്റർ പവിത്ര ഇപ്പോ പ്രതാപന്റെ ജീവനാ. ഹ, അവര് തമ്മിൽ കെട്ടിട്ടേടി. അങ്ങനെ എങ്ങാനും നടന്ന നിങ്ങളുമില്ല, നിങ്ങളുടെ മകനുമില്ല. എടി, അങ്ങനെ നടക്കൂ. ഹ, ചത്തുകിടക്കുന്ന ജഗന്നാഥൻ ജീവൻ തിരിച്ചു പിടിച്ച് എഴുന്നേറ്റ് വന്നാലല്ലേ നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആവൂ. ഹ, അതിന് ജഗന്നാഥൻ എഴുന്നേൽക്കണ്ടേ? എടി, അവൻ കോമയിലല്ലേ, ഒരിക്കലും എഴുന്നേൽക്കില്ല. ഹ, അച്ഛനെയും അമ്മയെയും എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ഒരുമിപ്പിക്കാന്ന നിന്റെ വ്യാമോഹത്തിനെ എന്നേ തിരശീല വീണതാ. ഈ അംബികാവർമ്മ വെട്ടിമുറിച്ച് നീക്കം ചെയ്തതാ ആ ദാമ്പത്യ ബന്ധം. അതങ്ങനെ തന്നെ അവസാനിക്കുകയും ചെയ്യും. ഹും. അത് കൂട്ടിച്ചേർക്കാനേ ആര് ശ്രമിച്ചാലും ഈ അംബിക തടയും. ഞാൻ പ്രതാപവർമ്മയുടെയും പത്മാവതി വർമ്മയുടെയും മകൾ ഋതികയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കും. അത് തകർക്കാൻ വന്ന നിങ്ങൾ ഞാൻ കൊല്ലും. എടി, വിടാൻ. ഋതിക വിടാനാ പറഞ്ഞത്. ഏയ്, ഋതു, നിങ്ങൾ എടി, ഋതു, എന്തായി കാണിക്കുന്നെ? വിട്ടോ. പേപ്പട്ടി ആരെങ്കിലും തല്ലാൻ ഓടിക്കോ? എടാ, നീ കൂടെ വന്നേ. നിങ്ങൾ എന്തൊക്കെയാട്ടോ ഈ പൂജയും മറ്റും? ആരുടെ കല്യാണക്കാരിയോ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല യാമിനി. എന്തായാലും പൂജ കഴിയുമ്പോൾ അദ്ദേഹം പറയുമല്ലോ. ശേഖരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായിരുന്നു. അവൻ കോയമ്പത്തൂരേക്കും പോയി. അവൻ എപ്പോഴാ വരുന്നേ? ഒന്നും പറയാൻ വയ്യ പ്രതാപേട്ട. ശേഖരേട്ടന്റെ കാര്യല്ലേ? പ്രതാപ, ദാ, യാമിനി, പ്രസാദം. പ്രസാദം. രാഹുലൊക്കെ കഴിഞ്ഞില്ലേ ജോത്സ്യരെ? ആ, കഴിഞ്ഞു സർ. നമുക്കിനി ഈ കാര്യത്തിലേക്ക് കടക്കാം. ദീപകേ, വാടാ.